ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂവിൻ്റെ ഇത് മാറ്റണം എങ്ങനെയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഈ ഓരോ പാട്ടൊക്കെ നമ്മൾ ഇടാൻ നേരത്താണ് കോപ്പിറൈറ്റ് ഇഷ്യൂ. പാട്ട് മാത്രമല്ല, പല ഇതായിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ക്രോമി ഡെസ്ക്ടോപ്പ് എടുത്ത് യൂട്യൂബ് ലോഗ് ചെയ്യണം. അതിപ്പോൾ ഞാൻ ചെയ്യണ പോലെ ചെയ്താൽ മതി. അത് നമ്മൾ ക്രോമി യൂട്യൂബ് ഡെസ്ക്ടോപ്പ് ഒന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ കയറണം. എനിക്കിപ്പോൾ ലാപ്പൊക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ ഫോണ് യൂസ് ചെയ്യണവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഐക്കൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പം നമ്മുടെ ആപ്പുണ്ട്, ആപ്പല്ല ഡെസ്ക്ടോപ്പിൽ തന്നെ സ്റ്റുഡിയോ ഓപ്പൺ ആവും. സ്റ്റുഡിയോ ഓപ്പൺ ആകുന്ന നേരത്ത് നമുക്കിവിടെ കാണിക്കും. അപ്പം അതിൻ്റെ അപ്പുറത്ത് എല്ലാ കണ്ട, ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്ത സ്ഥലം കണ്ട, അവിടെ തൊടുക, ഫിൽറ്റർ എടുക്കണം. അപ്പോൾ കാണിക്കും ഫിൽറ്റർ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചേക്കണം. അവിടെ കോപ്പിറൈറ്റ് എന്ന് കാണിച്ചേക്കണം, അവിടെ നിൽക്കണം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട, ഈ വീഡിയോയ്ക്കാണ് കോപ്പിറൈറ്റ് ഇട്ടേക്കുന്നത്, അതൊരു പാട്ടിനാണ് കോപ്പിറൈറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കത് മാറ്റണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആ വീഡിയോ എടുക്കാൻ നേരത്ത് എന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കോപ്പിറൈറ്റ് എന്ന് കാണിച്ചേക്കണുണ്ട്, അവിടെ സി ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ ചെയ്യേണ്ട, ആ പാട്ടിനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഒരു പാട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഭാഗത്തായിട്ട്, അതിനെ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് സെലക്ട് ആക്ഷൻ ഉണ്ട്, അത് ചെയ്യാം. എന്നെങ്കിൽ നമുക്ക് പാട്ട് മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ പാട്ട് വെക്കാം, അല്ലെങ്കിൽ മൊത്തം മ്യൂട്ടാക്കാം. ഇപ്പോൾ ചെയ്യണം നോക്കുന്നത്. അത് മ്യൂട്ട് സോങ്ങാണ് കൊടുത്തത്. ഇത് കണ്ടിന്യൂ കൊടുത്താൽ മതി. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, വേണ്ട മ്യൂട്ട് സോങ് കൊടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂ കൊടുക്കാൻ നേരത്ത് അതിൻ്റെ പ്രോസസ്സിങ് നടക്കും. ഇപ്പം ചെയ്ത് റെഡി ആയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മളത് നേരത്തെ ചെയ്തപ്പോഴത്തേക്ക്, ഇത് നേരത്തെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ബാക്ക് അടിച്ച് പോയാൽ ഞാനത് ആയെന്നും പറഞ്ഞാണ് ബാക്ക് അടിച്ചത്. അപ്പോൾ ആ സംഭവം റെഡി ആയിട്ടില്ലായിരുന്നു. ഒന്നുകൂടെ നോക്കിയോ, ക്ലിയർ ആയിട്ട് നോക്കിയോ. യൂട്യൂബ് ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക. ഇപ്പോൾ ലാംഗ്വേജ് മാറ്റിട്ടുണ്ട്, മലയാളമാണ് അവിടെ കാണിക്കുന്നത്. സ്റ്റുഡിയോ എടുക്കുക, എന്നിട്ട് പിന്നെ താഴത്ത് കാണാമത്തെ, അതിൻ്റെ പേരെനിക്കറിയത്തില്ല, നമ്മുടെ വീഡിയോസിൻ്റെ ഒരു സംഭവമാണ്, അതെടുക്കുക. എന്നിട്ട് നമ്മുടെ അതേ ഫസ്റ്റ് കിടക്കുന്ന ആ ഫിൽറ്ററിൻ്റെ എടുക്കുമ്പോൾ കോപ്പിറൈറ്റ് കാണിക്കും. അപ്പോൾ ഫിൽറ്ററിൻ്റെ അവിടെ കോപ്പിറൈറ്റ് വന്നേക്കണ വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് ഡീറ്റെയിൽസ്, സി ഡീറ്റെയിൽസ് എന്നുള്ള സംഭവമുണ്ട്. സി ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ആ പാട്ടിനാണ് കിട്ടിയേക്കണത്. ആ പാട്ട് നമ്മളിപ്പോൾ മ്യൂട്ടാക്കിയാണ്. റീപ്ലേസ്മെൻ്റൊക്കെ ചെയ്യാം, പക്ഷേ നമ്മൾ മ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. മ്യൂട്ട് സോങ് കണ്ട. അപ്പോൾ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് യൂട്യൂബ് തന്നെ എഡിറ്റ് ചെയ്യും, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ യൂട്യൂബ് തന്നെ അത് മാറ്റിക്കോളും. സംഭവം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പുതിയതായിട്ട് യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന്, എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ തനിയെ നോക്കി കണ്ടുപിടിച്ചതാണ്. തനിയല്ല, ഒരു പുള്ളി യൂട്യൂബ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഈ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുന്നവർക്കും പിന്നെ അറിയാൻ മേലാത്തവർക്കൊക്കെ കൂടെ പ്രയോജനമാകട്ടെ എന്ന് കരുതിയാണ് വീഡിയോ ചെയ്തത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോൻ്റെ ഇത് മാറിയതിൻ്റെ ഇതും കൂടെ കാണിച്ചേക്കാം. എന്താണ് കോപ്പിറൈറ്റ് ഇഷ്യൂ മാറിയതിൻ്റെ ഒരിതും കൂടെ കാണിച്ചേക്കാം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.